എവർക്കും TS ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഫ തസ്നി. ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് മാൻകടുവ എന്നുള്ള പുസ്തകത്തെ പറ്റിയാണ്. കാടിറങ്ങിയ അരിക്കൊമ്പനെയും ചക്കക്കൊമ്പനെയും കുറിച്ചുള്ള വാർത്തകൾ ഭയത്തോടെയും ആശ്ചര്യത്തോടെയും കേട്ടവരാണ് നമ്മൾ. വയനാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയവർ കടുവയുടെ ആക്രമണത്താൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. വന്യമൃഗങ്ങൾ അവരുടെ ആവാസവ്യവസ്ഥയിൽ നിന്ന് മനുഷ്യരെ തേടിയിറങ്ങുന്നത് എന്തിനാണ് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കർഷകരെല്ലാം കാട്ടുപന്നികളുടെ ആക്രമണത്താൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. വന്യമൃഗങ്ങളുടെ വരവിന് പിന്നിലെ കാരണമറിയാൻ ആഗ്രഹിക്കുമ്പോഴാണ് ദേവിയാൽ ചെറുകയുടെ മാൻകടുവ എന്ന നോവൽ എൻ്റെ കയ്യിലെത്തുന്നത്. പ്രകൃതിയെ മരിക്കാനുള്ള എല്ലാ നല്ല മാർഗം അതിനെ കീഴ്പ്പെടുത്തുകയില്ല, മനസ്സിലാക്കുകയാണെന്ന തത്വം ഇത്ര മനോഹരമായും ആത്മീയമായി രചിച്ച മറ്റൊരു രചന ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാടിനെയും കാട്ടുമൃഗങ്ങളെയും മനുഷ്യരെയും കുറിച്ച് ഇത്ര ഉൾക്കാഴ്ചയോടും അനുകമ്പയോടും കൂടി എഴുതാൻ കഴിയുന്നത് വലിയൊരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണെന്ന് പറയാതെ വയ്യ. തൻ്റെ അനിയനെ കാണാതായ വിഷമത്തിലാണ് ഹരി. പുൽമേടിൻ്റെ കുന്നിൻ മുകളിൽ കാട്ടിലേക്ക് നോക്കി അവൻ അനിയനെ ഉച്ചത്തിൽ വിളിച്ചു. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഹരിയുടെ അനിയൻ ശ്രീകുട്ടനുമായി കുപ്പുസ്വാമി കാട് കരയിച്ച് 2 നാൾ കഴിഞ്ഞു. എന്തിനാണ് അയാൾ ശ്രീകുട്ടനുമായി കാട് കരയതെന്ന് ഹരിക്കറിയില്ല. പുൽമേടിൻ്റെ കുന്നിൻ മുകളിൽ നിന്ന് അതിന് ദൂരെ പച്ച നിറമുള്ള ഒരു ലോകം കാണണം. എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള വള്ളിപ്പടർപ്പുകൾ കൊണ്ട് കൊലക്കൊല്ലിയുടെ ചിഹ്നം വിളിക്കൊണ്ട് ഘോരവനത്തിലുള്ള മൃഗങ്ങളുടെ ഒരു ലോകമുണ്ട്. പലതരം ജീവികളുണ്ടെങ്കിലും മായൻ്റെ അലർച്ച കേട്ടാൽ അവയെല്ലാം മാളത്തിലൊളിക്കും. തിളങ്ങുന്ന കണ്ണുകളും നീണ്ടു നിൽക്കുന്ന ദ്രംസ്റ്റകളും ചോരമണിക്കുന്ന ശരീരവുമായി കാട്ടിലെ പഴയ കൊട്ടാരത്തിലാണ് മാൻകടുവയുടെ താമസം. കൊട്ടാരത്തിൽ നിധി തേടിയെത്തുന്ന മനുഷ്യരാണ് മാൻകടുവയുടെ പ്രധാന ഇരകൾ. ഹരിയുടെ അമ്മയുടെ അകന്ന ബന്ധുവാണ് കുപ്പുസ്വാമി കോളിയിലെ ശാന്തിക്കാരൻ. അദ്ദേഹം വീടുകളിലേക്ക് പൂജകൾക്ക് പോകുമ്പോൾ സഹായത്തിനായി അദ്ദേഹം ശ്രീകുട്ടനെയും കൂടെ കൂട്ടാറുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തവണയും അദ്ദേഹം ശ്രീകുട്ടനുമായി കാട് കയറിയത്. അതിനുമായി കാട് കയറി കണ്ടവരുണ്ട്. അപ്പോഴാണ് അദ്ദേഹം തന്നെ ചതിക്കുകയാണെന്ന് ചിന്നമ്മക്ക് മനസ്സിലായത്. മകനെ രക്ഷിക്കണമെങ്കിൽ കാട് കയറണം. കാട് കയറാൻ കരുത്തുള്ള ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് ഈ താഴ്വരയിൽ ജീവിക്കുന്നത്, നാടിൻ്റെ തലവനായ കൊലുമ്പൻ. ഹരിയും ചിന്നമ്മയും കൊലുമ്പൻ്റെ കുടിലിലേക്ക് നടന്നു. ചിന്നമ്മ കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ചിന്നമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അദ്ദേഹം ചിന്തയിലാണ്ടു. അദ്ദേഹം തന്നെ ഒഴിവാക്കുകയാണെന്ന് തോന്നി ഹരി നിയന്ത്രണം വിട്ട് കരയാൻ തുടങ്ങി. 12 വയസ്സുള്ള ആ കുഞ്ഞു കരയുന്നത് കണ്ട് കൊലുമ്പൻ്റെ മനസ്സലിഞ്ഞു. പിന്നീട് അദ്ദേഹം ശ്രീകുട്ടന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. അതുകൂടെ കടുവയ്ക്കുമുള്ളതുമാകുന്നു. ദേവിയാൽ ചെറുകയുടെ ഈ മാൻകടുവ എന്ന പുസ്തകം നിങ്ങളിൽ ഓരോരുത്തരും വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.